നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഡൗൺ ട്രെൻഡിൽ ഉണ്ടാക്കിയ കാശ് മൊത്തം കൊണ്ട് കളയുന്ന 2 ടൈപ്പ് ഓഫ് ക്യാരക്ടറുള്ള ട്രേഡേഴ്സ് ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ് ട്രെൻഡിൽ ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ ഏത് കോയിൻ എടുത്താലും പ്രോഫിറ്റാണ്. ഒന്നും അറിയാത്തവനും പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ഒരു ഡൗൺ ട്രെൻഡ് വന്നാൽ അങ്ങനെയുള്ള കാശ് മൊത്തം ഡൗൺ ട്രെൻഡിൽ പോകും. ഇത് കേട്ടിട്ടുള്ള ഒരു സംഭവമില്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ബുൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു ഇല്ലേ? ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്താ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത്? എൻ്റെ ചോദ്യമാണിത്. ഫസ്റ്റ് ചോദ്യമാണ്. ഒരു ബുൾ മാർക്കറ്റിൽ ഏത് കീ ലെവലിൽ നിന്നും ഒരു കീ സപ്പോർട്ടിൽ നിന്നും നമ്മളൊരു കോയിൻ ബൈ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ബിഗിനേഴ്സ് പറയുന്ന ഒരു ഒരു സ്ലോഗൻ തന്നെയുണ്ട്, ബുൾ മാർക്കറ്റിൽ കണ്ണും പൂട്ടി ഏത് കോയിൻ വാങ്ങിച്ചാലും പ്രോഫിറ്റ് ഉണ്ടാവുന്നു. സോ ഒരു ഒരു ഡൗൺ ട്രെൻഡിൽ അല്ലെങ്കിൽ ഒരു ബിയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഷോർട്ടിൽ ഇതേ കൺസെപ്റ്റ് നേരെ റിവേഴ്സിൽ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? ഇതിനുള്ള ആൻസറാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷേ അതിനകത്തോട്ട് പോകുന്നതിന് മുമ്പേ ഞാൻ തംബ്നെയിലിൽ കണ്ട പോലെ ഇതിനുള്ളൊരു മെയിൻ റീസൺ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സെറ്റപ്പുകൾ, നിങ്ങളുടെ പാറ്റേണുകൾ, നിങ്ങളുടെ സ്ട്രാറ്റജികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ്. ആ ഇഷ്യൂ ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് അൺലോക്ക് ആക്കി തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഡൗൺ ട്രെൻഡിലും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് നിൽക്കാൻ പറ്റും. ബിഗിനേഴ്സാണ് ഈ ഒരു ഇഷ്യൂ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, സോ എന്താണ് ഒന്നാമത്തെ കാര്യം? ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഉള്ളവരെ ആദ്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇതിൽ പെടുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. ഒന്നാമത്തത്, ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങൾക്ക് പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഡൗൺ ട്രെൻഡ് എങ്ങനെയാണ് കൺഫേം ആക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഒരു ഡൗൺ ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ ഒരു സ്ട്രാറ്റജി കണ്ടാൽ പോലും നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡിലോട്ട് ഒരു ഷോർട്ട് സൈഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്തോ. സൊല്യൂഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം മുമ്പോട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടറുള്ള ആൾക്കാർ പറഞ്ഞുതരാം. മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയെന്ന് നിങ്ങൾക്ക് കൺഫേം ആയി ടെക്നിക്കലി. പക്ഷേ അങ്ങനെ റിവേഴ്സ് ആയതിനു ശേഷം ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഇമോഷൻസ് നേരെ റിവേഴ്സ് ചെയ്ത് ഷോർട്ട് സൈഡിലോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇനി മാർക്കറ്റ് പൊങ്ങുമോ, ഇവിടുന്ന് പൊങ്ങുമോ, അങ്ങനെ ഒരു മൈൻഡ്. അതായത് നിങ്ങളുടെ ഡയറക്ഷൻ, നിങ്ങളുടെ ഇമോഷനെ ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഡൗൺ ട്രെൻഡിലോട്ട് ടെക്നിക്കലി ഡൗൺ ട്രെൻഡിലോട്ട് കൺഫേം ആക്കിയിട്ട് പോലും നിങ്ങൾക്ക് ഷോർട്ട് സൈഡിലോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതേപോലെ ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ ഫാളായി ഒരു അപ് ട്രെൻഡ് കൺഫേം ആക്കി. ഓക്കെ, അപ് ട്രെൻഡ് കൺഫേം ആക്കിയിട്ട് പോലും നിങ്ങൾക്ക് അത്രയും മണിക്കൂറുകൾ അല്ലെങ്കിൽ അത്രയും ദിവസം ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിട്ട് പെട്ടെന്ന് മാർക്കറ്റ് നിങ്ങൾ പഠിച്ചത് വെച്ച് ടെക്നിക്കലി നിങ്ങൾക്ക് റിവേഴ്സൽ സൈൻ പറഞ്ഞു തന്നിട്ടും ഇമോഷണലി നിങ്ങൾക്ക് ആ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സിസ്റ്റത്തിൽ വിശ്വസിക്കാതെ നിങ്ങളെ ഇമോഷൻ്റെ പുറത്ത് സ്റ്റക്കായി പോകുന്ന ഒരാളാണോ? ഇങ്ങനെ 2 ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ഒന്ന്, ഇമോഷണലി ഫ്ലിപ്പ് ആവാൻ പറ്റുന്നില്ല. ഒന്ന്, നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡിൽ നിങ്ങളുടെ പാറ്റേണുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പാറ്റേണുകളും സ്ട്രാറ്റജികളും കണ്ടുപിടിച്ചാൽ പോലും ആ ഒരു സൈഡിലോട്ട് ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് കുറവ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഒരു ഡൗൺ ട്രെൻഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കാത്തത്. ഈ ഒരു ഡൗൺ ട്രെൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കാത്ത ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ്. അതെന്താണെന്ന് ഞാൻ മുമ്പോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇങ്ങനൊരു 2 ക്യാരക്ടർ നിങ്ങൾക്ക് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത് വ്യക്തമായിട്ടുള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എവിടെയാണ് ചേഞ്ച് ആവുന്നത്, എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, അതുപോലെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും ഒരു സെറ്റപ്പും ഉണ്ട് എന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് ഒരു ഡൗൺ ട്രെൻഡിൽ ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് റിവേഴ്സ് ആയാൽ നിങ്ങളുടെ സെറ്റപ്പ് നിങ്ങൾക്കൊരു കൺഫർമേഷൻ തന്നാലും നിങ്ങൾക്ക് ഇമോഷനകത്ത് നിങ്ങൾ സ്റ്റക്കായി പോകുന്ന ഒരു ഇമോഷണലി നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺഫേം ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ 2 ക്യാരക്ടർ ഉള്ളവർ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്നാണ് നിങ്ങളുടെ ബ്രെയിൻ്റെ ഇഷ്യൂ ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെയൊക്കെ ബ്രെയിൻ കുഞ്ഞുനാൾ തൊട്ടേ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് മുകളിലോട്ട് പോകുന്നത് എന്തോ നല്ല കാര്യമാണെന്നും താഴോട്ട് പോകുന്നത് മോശമാണെന്നും അത് ചീത്തയാണെന്നുള്ള കാര്യം നിങ്ങൾ പോലും അറിയാതെ
നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് തൊട്ട് നിങ്ങളെ പഠിപ്പിച്ച് വെച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങളുടെ ഇന്നർ മൈൻഡിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ട്രേഡിങ്ങിൽ. സോ ഒന്നാമത്തെ കാര്യം നിങ്ങളിത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നും ഇത് എല്ലാവരും ഇവൻ ഞാൻ പോലും ഫേസ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ് തുടക്ക കാലഘട്ടത്തിൽ. സോ ഇങ്ങനൊരു പ്രശ്നം എല്ലാവർക്കും ഉണ്ടെന്നും ഇത് നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഇത് ഓവർകം ചെയ്യാനുള്ള ടിപ്പാണ് ഇന്ന് ക്രിപ്റ്റോ മച്ചൻ പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ മുകളിലോട്ട് പോകുന്നത് നല്ലതാണെന്നും താഴോട്ട് പോകുന്നത് ചീത്തയാണെന്നുള്ള കാര്യമാണ് കുഞ്ഞുനാൾ തൊട്ടേ ട്രെയിൻ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ബ്രെയിനിൽ ഈ ഒരു കാര്യം കിടക്കുന്നത് കൊണ്ട് നമ്മൾ ബ്രെയിനിനെ പറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ക്രാക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് വെളി വരാൻ പറ്റും. അങ്ങനെ ചെയ്ത് പറ്റിച്ച് നമുക്ക് പിന്നീട് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഇല്ലാതാവും. ഓക്കെ, സോ ഈ ഒരു കാര്യം ബ്രെയിൻ്റെ ഇഷ്യൂ ആണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് ഈ ഒരുപാട് സംസാരിക്കാത്ത ആൾക്കാരുണ്ട്. അതായത് ഈ ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാർ ട്രേഡിങ്ങിലോട്ട് വരുന്ന സമയത്ത്, എല്ലാവരും ഇല്ല, ചില ആൾക്കാർ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിനുള്ള സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇതിന് 2 സൊല്യൂഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങളുടെ സെറ്റപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾക്കൊരു സിഗ്നൽ തന്നാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു ഡൗൺ ട്രെൻഡിലോട്ട് ഒരു ട്രേഡ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണോ അതിനെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. മിനിമം ഒരു 1 ഇയർ എങ്കിലും നിങ്ങൾ മാനുവലായിട്ടോ ഓട്ടോയായിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് എൻഡിൽ ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് മതി നിങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്ക് കോൺഫിഡൻസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ. ഓക്കെ, സോ അങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്യാതെ വല്ലവനും തരുന്ന സ്ട്രാറ്റജി അവിടുന്നും ഇവിടുന്നും കണ്ടിട്ട് അവിടെയും ഇവിടെയും പോയി വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ഒന്നാമത്തെ കാര്യം. സോ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സൊല്യൂഷൻ. രണ്ടാമത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ബ്രെയിൻ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ബ്രെയിനെ പറ്റിക്കാൻ വേണ്ടി, അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങളുടെ സെറ്റപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി മീറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മാർക്കറ്റ് അപ്പ് ട്രെൻഡിലോട്ട് പോയിട്ട് മാർക്കറ്റിൻ്റെ ക്യാരക്ടർ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയാൽ പോലും നിങ്ങളുടെ ഡയറക്ഷൻ നിങ്ങൾക്ക് തിരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇത് ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ടാണ്, ബിറ്റ് കോയിൻ ആണ്, ഡെയിലി ചാർട്ടാണ്. ഇവിടെ ഈ ഒരു സൈഡിൽ പ്രൈസ് ടാഗിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ മൗസിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻവേർട്ട് സ്കെയിൽ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഈ ഒരു ഇൻവേർട്ട് സ്കെയിൽ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഉള്ള ഈ ഒരു കണ്ടീഷനില്ലേ, ഈ ഒരു കണ്ടീഷൻ നേരെ റിവേഴ്സ് ആവും. കാണിച്ചു തരാം, കണ്ടോ? അപ്പ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അത് നേരെ അപ്പ് ട്രെൻഡായി. പക്ഷേ ഒറിജിനൽ മാർക്കറ്റിൻ്റെ ഡേറ്റയും കാര്യങ്ങളും ഒന്നും തന്നെ മാറിയിട്ടില്ല. നമ്മളുടെ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ താഴോട്ടുള്ള ഡയറക്ഷൻ നേരെ റിവേഴ്സായി എന്നതേ ഉള്ളൂ. സോ ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളെ ബ്രെയിനെ പറ്റിക്കാം, അത്രയേ ഉള്ളൂ. അതിൽ പറ്റിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പല സെറ്റപ്പും പല ഐഡിയാസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതായത് നിങ്ങളിപ്പം ഇങ്ങനെ നോക്കിയിട്ട് കാണാത്ത പല സെറ്റപ്പും അല്ലെങ്കിൽ പല നിങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്ന് എനിക്കറിയില്ല, അത് മീറ്റ് ചെയ്യുന്ന കാര്യം വേറെ കൂടുതൽ പ്രൈസ് ആക്ഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരെ തിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ്. എനിക്ക് തുടക്കകാലത്തിലും ഇപ്പോഴും ഞാനിത് 2 രീതിയിലും ചെയ്ത് നോക്കാറുണ്ട്. കാര്യം എനിക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാത്ത പല കാര്യങ്ങളും, ഇപ്പം പ്രൈസിൻ്റെ ബിഹേവിയർ ആയാലും സ്ട്രക്ചറിൻ്റെ ആയാലും ഇങ്ങനെ ആക്കുന്ന സമയത്ത് കിട്ടാറുണ്ട്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എപ്പോഴും ബെറ്റർ തന്നെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള നിങ്ങളുടെ ഈ ഒരു ഡൗൺ ട്രെൻഡിലോട്ട്, ഇപ്പം ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. സോ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ തന്നിട്ട് ഇവിടെ ഒരു റീടെസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ടെന്ന് കരുതിക്കോ. ഓക്കെ, എൻട്രി ഉണ്ടെന്ന് കരുതിക്കോ. സോ ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഓക്കെ, 1. 2, ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സെറ്റപ്പ് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കേസാണ് എങ്കിൽ നിങ്ങളിത് നേരെ ഇൻവേർട്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്കൗട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രേക്കൗട്ട് തന്നിട്ട് ഒരു റീടെസ്റ്റിൽ എൻട്രി ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇവിടെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. അതുപോലെ നേരത്തെ കിടന്ന ഒറിജിനൽ ഡേറ്റയിൽ കാണാൻ പറ്റാത്ത പല പാറ്റേണും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയെന്നിരിക്കും.
മനസ്സിലായോ? അതുകൊണ്ട് ഏത് മാർക്കറ്റിലും നിങ്ങൾ ഇതിൻ്റെ സംഭവം മനസ്സിലാക്കുക. മാർക്കറ്റിൻ്റെ ഡേറ്റ തിരിയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇൻവേർട്ട് ചെയ്യുകയാണ്, തിരിച്ച് നേരെ റിവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, റീടെസ്റ്റ് കിട്ടി, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. റീടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാർട്ടിൽ പോയിട്ട്, നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതായത് ഒറിജിനൽ ഡേറ്റയിൽ മാർക്കറ്റ് റിവേഴ്സ് ഷോർട്ട് സൈഡിലോട്ട് പോകും, ഡംപ് ആവും. ഓക്കെ, സോ അപ്പം അതനുസരിച്ച് നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഷോർട്ട് എടുക്കാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ വെച്ചിട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് മുകളിലോട്ടാണ് പോകുന്നത്. സോ അത് ലോജിക്കലി നമ്മളുടെ ഇത് ഡൗൺ ട്രെൻഡ്, ഒറിജിനൽ ഡേറ്റയിൽ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് താഴോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. സോ ഞാനൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. സോ നിങ്ങൾ ഇത് പ്രകാരം ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നോക്കുകുത്തിയെ പോലെ നിങ്ങൾ നോക്കി നിൽക്കുന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാനായിട്ട് പറ്റും. ഈ ഇൻവെർട്ടർ സ്കെയിൽ എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. നിങ്ങളത് മാർക്കറ്റിൽ ഏത് കണ്ടീഷനിലും വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് ഡൗൺ ട്രെൻഡിൽ നോക്കി നിൽക്കുന്ന നിങ്ങളുടെ ആ ഒരു സംഭവം നിങ്ങൾ ബ്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പുറത്ത് വരാൻ പറ്റും. പ്ലസ് നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സംഭവം ഇതും ചെയ്ത് പ്ലസ് നിങ്ങളുടെ സ്ട്രാറ്റജി റീടെസ്റ്റ് ചെയ്യുന്നതിലോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് ഒരു അപ്പ് ട്രെൻഡ് എപ്പോഴാണ് കൺഫേം ആക്കാൻ പറ്റുന്നത്, ഒരു ഡൗൺ ട്രെൻഡ് എപ്പോഴാണ് കൺഫേം ആക്കാൻ പറ്റുന്നത്, അതുപോലെ ഒരു അപ്പ് ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് റിവേഴ്സ് ആയി എന്ന് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുന്നത്. ഈ 3 കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ആദ്യം തന്നെ വേണം. അങ്ങനെ ഇല്ലാത്തവരും ഈ ഒരു ഡൗൺ ട്രെൻഡ് വന്നാലും ഇവിടുന്ന് വാങ്ങാലോ, ഇവിടുന്ന് പൊങ്ങുമല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആദ്യം ക്ലാരിറ്റി വേണം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റ് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ കോഴ്സ് ഉടനെ വരുന്നുണ്ടല്ലോ, ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഫ്രീ കോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യാം. എനിവേ നിങ്ങളുടെ കമൻറ്റ് താഴെ പറഞ്ഞാൽ മതി. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെറുതാണെങ്കിലും പവർഫുള്ളാണ്. ഓക്കെ, സോറി ടെലിഗ്രാമിൽ നിന്ന് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറയുന്ന മാജിക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, സോ ഒരു കാര്യം പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇൻവേർട്ട് സ്കെയിൽ ചെയ്യുന്നതിലോടുകൂടി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. നമ്മളുടെ ബ്രെയിനെ നമ്മൾ പറ്റിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങനൊരു സെറ്റപ്പ് കണ്ടാലും ലോങ് എടുക്കാൻ പോരുത്, ഒറിജിനൽ ഡേറ്റ താഴോട്ടാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നല്ലൊരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് തപ്പുന്നതെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ടോപ്പ് 5-ലും ലോവസ്റ്റ് ഫീസും ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ് BingX എന്ന് പറയുന്നത്. നിങ്ങൾക്ക് BingXൽ പോയി ട്രേഡ് ചെയ്യാം, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി നിങ്ങൾ ഇപ്പം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒരു $50 ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $15 നിങ്ങളുടെ സ്പോട്ടിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 8-ന് ക്രെഡിറ്റ് ആവും. $50 ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു ട്രേഡ് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. $15 നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാം, സ്പോട്ടിലാണ് ക്രെഡിറ്റ് ആവുന്നത്. $15 നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, ട്രേഡ് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ എല്ലാ മാസവും നമ്മൾ 1 ലക്ഷം രൂപയുടെ ട്രേഡിംഗ് കോമ്പറ്റീഷൻ, അതായത് നല്ല രീതിയിൽ PNL കാണിക്കുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ ട്രേഡിംഗ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നുണ്ട്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ BingX നമ്മളുടെ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. സോ നിങ്ങൾ അതിനും വേണ്ടി എലിജിബിൾ ആവാൻ നമ്മളുടെ താഴെയുള്ള BingXൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ എല്ലാ തരത്തിലും നമ്മളെ കമ്മ്യൂണിറ്റി വലുതായതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. സോ ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ എല്ലാ മാസമുള്ള നമ്മുടെ ഒരു ചലഞ്ചിൽ നിങ്ങൾ നല്ല ട്രേഡർ ആണെങ്കിൽ ഈ ഒരു ചലഞ്ചിലും പങ്കെടുക്കാൻ സാധിക്കും.